ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരം, അതിരമ്പുഴ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം. അങ്ങനെ അതിരമ്പുഴയ്ക്ക് സമീപത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വീട്. 10 സെന്റ് സ്ഥലത്തില് 1450 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട്, അതും വളരെയധികം വിലക്കുറവില്. ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ അതിനകത്തുനിന്ന് ചെയ്യാം എന്നുകൂടി ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം സ്വന്തമാക്കാൻ സാധിക്കുക. മീനത്തിൽ ഹോംസിന്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ, വിലക്കുറവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവരോ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നവരോ അല്ലെ കാരിദാസില് ഇങ്ങനെ അവിടെ സ്കൂൾ, SFS സ്കൂളുണ്ട്, കെ സ്കൂളുണ്ട്, എല്ലായിടത്തൊന്നും പോകണമെങ്കിൽ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ സൗകര്യപ്രദമായിട്ടുള്ള നല്ല ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന, എന്നാൽ ഒരു ഗ്രാമീണ അന്തരീക്ഷമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടിയായിട്ടുള്ള ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം. 55 ലക്ഷം രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാം. ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം പോയി കഴിയുമ്പോൾ, അതും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വഴി നേരെ പോകുന്ന വഴിയിൽ വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്നതും എന്നാൽ എല്ലാ ടൗൺഷിപ്പുമായിട്ടും വളരെ അടുത്ത് വരുന്നതുമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിരുന്നു 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി പണിയെടുപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് സ്ഥലവും ഇവിടെ നമ്മുടെ ഇതാണ് മുറ്റവും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വേഗം കടന്നു ചെല്ലുകയാണ്. ഇതാണ് ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായ സ്വീകരണ മുറിയും സിറ്റ് ഔട്ടും അതുപോലെ തന്നെ നല്ല ജനൽപ്പാളികളും. കറണ്ട് ഉണ്ടായിരുന്നില്ല, നല്ല ഇന്റീരിയർ ജിപ്സം വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടാണ്. ഇവിടെ ഈ ഓണറെ സംബന്ധിച്ച് ഓണർ 1.5 കോടി 2 കോടി രൂപയുടെ വീടുകൾ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു ബിൽഡറാണ്. അദ്ദേഹം പണി കഴിപ്പിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ ഏകദേശം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളിലും ചെയ്തിരിക്കുന്നത്. ഈ ക്വാളിറ്റിയിൽ പണിത വീട് ഇത്ര റേറ്റ് കുറവിലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും റേറ്റ് കുറഞ്ഞ രീതിയിൽ നല്ല ടൈല് വർക്കുകൾ, അതുപോലെ തന്നെ തടി കൊണ്ടുള്ള വർക്കുകൾ, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം പക്ക ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജനൽപ്പാളികളൊക്കെ ആണെങ്കിൽ 4 പാളി ജനല്, ഈ സൈഡിൽ 3 പാളി ജനലൊക്കെ കൊടുക്കുമ്പോൾ ഈ വീടിന്റെ എയർ സർക്കുലേഷൻ ഒക്കെ നല്ല ഒരു മാറ്റം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ശകലം വെളിച്ചക്കുറവൊക്കെ തോന്നിയേക്കാം. പക്ഷെ നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈനോട് കൂടി തന്നെ ചെയ്തിരിക്കുന്നു. കറണ്ട് ഇല്ലാത്ത സമയത്തും ഇത്രയും വെളിച്ചം ഈ വീടിനുള്ളിൽ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം നല്ല വാസ്തുപ്രകാരമൊക്കെ എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും വന്നിരിക്കുക. ഇവിടെ ഡൈനിങ് ഹോള്, അവിടുന്ന് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. 2ാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ ബെഡ്റൂമിലും AC പോയിന്റ്, അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളിലൊക്കെ ചൂടുവെള്ളത്തിന് പൈപ്പ് കണക്ഷന് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നു. ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഉദ്ദേശം 5 കിലോമീറ്ററോളം ദൂരമാണ്. അത് അതിരമ്പുഴ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നീണ്ടൂര് പോകുന്ന റോഡുണ്ട്. അതിരമ്പുഴയ്ക്ക് പോകുന്ന വഴിയിലേക്ക് കയറിയിട്ട് നീണ്ടൂര് വഴി നമ്മൾ തണ്ണീർമുക്കം, ബണ്ട്, ചേർത്തല അങ്ങനെയൊക്കെ പോകുന്ന റോഡുണ്ട്. ആ റോഡ് നേരെയാണ് പോകേണ്ടത്. അങ്ങനെ ഒരു 5 കിലോമീറ്ററോളം ദൂരം പോയി കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി. പലരും അതിരമ്പുഴ ടൗണിനടുത്താണോ ഏറ്റുമാനൂർ ടൗണിനടുത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ഏറ്റുമാനൂർ ടൗണുമായിട്ട് ഈ ദൂരം, അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി നമുക്കറിയാം. അതിരമ്പുഴ യൂണിവേഴ്സിറ്റിയുമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. കോട്ടയം ടൗണിലേക്ക് പോകേണ്ടവർക്കും എളുപ്പത്തിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കോട്ടയം ടൗണിൽ ജോലിക്ക് പോകാനും വരാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത്.
ശരിക്കും പറഞ്ഞാൽ കോട്ടയം ടൗണിലെ റെയിൽവേ സ്റ്റേഷനും ഏറ്റുമാനൂർ ടൗൺ റെയിൽവേ സ്റ്റേഷനും എല്ലാം അടുത്ത് വരുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുവാനായിട്ട്, അങ്കമാലിയൊക്കെ പോകുവാനായിട്ട് ഷോർട്ട് കട്ട് വഴികൾ ഇഷ്ടംപോലെയുണ്ട്. മറ്റേ ഏരിയയിൽ നിന്നും കടന്നു വരുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിലൊക്കെ ചെല്ലുവാനായിട്ടുള്ള സൗകര്യം. കടകൾ ഇവിടുന്ന് 300-400 മീറ്റർ അടുത്ത് കടകളൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് ഒരു 400 മീറ്റർ അടുത്താണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1.5 കോടി രൂപയുടെയും 2 കോടി രൂപയുടെയും വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും, അത് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതുപോലെ പക്ക ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കബോർഡ് വർക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ, അതുപോലെ വർക്ക് ഏരിയ, കിണർ വെള്ളം, പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ അടിപൊളി വീട്, 10 സെന്റ് സ്ഥലവും ഈ വീടും 1450 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും കൂടി 55 ലക്ഷം രൂപ ചോദിക്കുന്നു. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മെരിറ്റ് ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചെയ്യുന്നതാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണോ ഫയൽ ഞങ്ങൾക്ക് തന്നാൽ മതി, അത് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നല്ല മുറ്റവും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഈ റെസിഡൻഷ്യൽ മേഖലയിൽ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി നാളെ കാണാം.